ഹലോ ഗായ്സ്, വെൽക്കം ടു ദീഷ്മി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഹാഫ് ഇയർലിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ നമ്മളത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ നല്ല റീച്ച് ആയതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ അടുത്ത് നമുക്ക് ഇതുപോലൊരു നെക്സ്റ്റ് ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ ഇടാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മുടെ ഹാഫ് ഇയർലി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഹാഫ് ഇയർലി എക്സാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ 2ാം ദിവസം, അതായത് ഉദ്ഗ്രഥനത്തിന് 2ാം ദിവസത്തെ ചോദ്യപേപ്പറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻ്റഗ്രേഷൻ 2ാം ക്ലാസ്സുകാരുടെ ഇൻ്റഗ്രേഷൻ്റെ, അതായത് ഉദ്ഗ്രഥനത്തിൻ്റെ ചോദ്യപേപ്പറാണ് എടുത്തിരിക്കുന്നത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഡേ 20 ആണ് കേട്ടോ. അപ്പോൾ 5 പ്രവർത്തനങ്ങൾ ആദ്യ ദിവസത്തിൽ ഉണ്ടാവും, ആദ്യ ദിവസം ചോദ്യപേപ്പർ ഉണ്ടാവും. 2ാം ദിവസം കൊണ്ടാണ് 6ാമത്തെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റഗ്രേഷൻ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ 3 ദിവസം ഉണ്ടാവും ഇൻ്റഗ്രേഷൻ എക്സാം. അപ്പോൾ 6ാമത്തെ പ്രവർത്തനമാണ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നോക്കാം എന്താണ്. അണ്ണാൻ കുഞ്ഞിന്റെ ഡയറി എഴുതാനാണ് കേട്ടോ 1ാമത്തെ ചോദ്യം. ആനമൂപ്പനും അണ്ണാൻ കുഞ്ഞും സുഗന്ധത്തിന്റെ ഉറവിടം തേടി പോയത് നിങ്ങൾക്കറിയാമല്ലോ. ആ ദിവസം നടന്ന കാര്യങ്ങൾ ചേർത്ത് അണ്ണാൻ കുഞ്ഞിന്റെ ഡയറി തയ്യാറാക്കുക. അതായത് ഒന്നാമത്തെ ചോദ്യപേപ്പറിൽ ഉണ്ട് ഈ അണ്ണാൻ കുഞ്ഞ് ആരാണ്, ആനമൂപ്പൻ ആരാന്നൊക്കെ. ഇവർ രണ്ടാളും കൂടെ ഇങ്ങനെ പുറത്ത് സവാരിക്ക് ഇറങ്ങിയപ്പോൾ എന്ത് വരികയുണ്ട്, നല്ല സുഗന്ധം വന്നു. അത് തേടിപ്പോയി എത്തിയത് അവർ കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലായിരുന്നു. അവിടുത്തെ പൂന്തോട്ടത്തിൽ നിന്നാണ് ആ ഒരു പൂവിന്റെ മണമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഡയറി ആയിട്ട് അണ്ണാൻ കുഞ്ഞിന്റെ ഡയറി ആയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കം ഇങ്ങനെയാണ്: ഇന്ന് ആനമൂപ്പന്റെ പുറത്തേറി കാട്ടിലൂടെ സവാരി പോയ ദിവസമാണ്. ബാക്കി എഴുതി ചേർക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് നോക്കാം ഉത്തരം. ഇന്ന് കാട്ടിൽ മരം വെട്ടുകാരും വേട്ടക്കാരും വന്നിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി കാട്ടിൽ നിന്നും അവരെ ഓടിച്ചു. അപ്പോഴാണ് കാടൊന്ന് ശാന്തമായത്. ആനമൂപ്പനോട് അങ്ങേമലയുടെ ചെരുവിൽ പോകാമെന്ന് പറഞ്ഞത് ഞാനാണ്. ആനമൂപ്പന്റെ പുറത്തേറി അങ്ങനെ പോകുമ്പോഴാണ് പൊടുന്നനെ ആനമൂപ്പൻ നിന്നത്. ആദ്യം കാര്യം എനിക്ക് പിടികിട്ടിയില്ല. ആനമൂപ്പൻ തുമ്പിക്കൈ ഉയർത്തി മണം പിടിക്കാൻ തുടങ്ങി. നല്ല സുഗന്ധം അവിടെ ആകെ പരന്നിരുന്നു. ഞങ്ങൾ സുഗന്ധത്തിന്റെ ഉറവിടം തേടി നടന്നു. ഒടുവിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിലെ മുന്നിൽ വിശാലമായ പൂന്തോട്ടത്തിൽ അതിവിശിഷ്ടമായ ഒരു പൂ വിരിഞ്ഞിരിക്കുന്നു. എന്ത് മനോഹരമായിരുന്നു ആ പൂവ്! ഞങ്ങൾ കുറേ നേരം അതിന്റെ ഭംഗി ആസ്വദിച്ച് അവിടെ നിന്നു. അതിന്റെ മണം അതിനകം കാട് മുഴുവൻ പരന്നിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വിശദീകരിച്ച് എഴുതാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് എഴുതേണ്ട വാക്കുകളും അല്ലെങ്കിൽ എഴുതേണ്ട കാര്യമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, കുറച്ചും കൂടി വിശദീകരിച്ച് കുറച്ചും കൂടി നിങ്ങൾക്ക് അറിഞ്ഞ് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതുക. ഡയറിയാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. അടുത്ത പ്രവർത്തനം, 2ാമത്തെ പ്രവർത്തനം ശുചിത്വശീലങ്ങളാണ് കേട്ടോ. ദിപ്പുവും ദൊപ്പും കൂട്ടുകാരാണ്. ദിപ്പു ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ദൊപ്പുവാകട്ടെ വൈകിയാണ് ഉണരുന്നത്. അവൻ പല്ല് തേക്കാതെയാണ് ആഹാരം കഴിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും അവൻ വലിച്ചെറിയുകയാണ് പതിവ്. ദിപ്പു രാവിലെയും രാത്രിയും പല്ലു തേക്കും. 2 നേരവും കുളിക്കും. കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കും. ദൊപ്പുവാണെങ്കിൽ നഖം മുറിക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ ദൊപ്പുവിന് ഇടയ്ക്കിടെ രോഗങ്ങൾ വരാൻ തുടങ്ങി. ആരോഗ്യശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ രോഗങ്ങൾ പിടിവിടും. ഇനിയെങ്കിലും ചീത്തശീലങ്ങൾ മാറ്റണം. ദിപ്പു കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരുടെ വിശേഷങ്ങൾ വായിച്ചില്ലേ? ദിപ്പു ആണോ ദൊപ്പു ആണോ നിങ്ങൾ? ദിപ്പു ദിവസം നല്ല കുട്ടിയാണ് കേട്ടോ. ദിവസം കുളിക്കും, പല്ല് തേക്കും, കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിക്കും, നല്ല കഴുകി വൃത്തിയാക്കിയ ഉണങ്ങിയ വസ്ത്രമൊക്കെ ധരിക്കാം, നഖങ്ങളൊക്കെ വൃത്തിയാക്കും, ഭക്ഷണങ്ങളൊന്നും വലിച്ചെറിയില്ല. അങ്ങനെ നല്ല കുട്ടിയാണ് ദിപ്പു. ദൊപ്പു ഇതിലൊക്കെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പൊ ഇതിന് നിങ്ങൾ ആലോചിച്ച് പറയൂ, നിങ്ങൾ ദിപ്പു ആണോ ദൊപ്പു ആണോ? അതെ, ആരാ നിങ്ങള്? ദിപ്പുവാണ് അല്ലേ? അപ്പം നല്ല ശുചിത്വശീലങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ നമ്മൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. എന്തൊക്കെ ശുചിത്വശീലങ്ങളാണ് ഇവിടെ പറയുന്നത്, എന്ത് ചെയ്യുക, എടുത്തിങ്ങോട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. രാവിലെയും രാത്രിയും പല്ല് തേക്കും അല്ലേ? രാവിലെയും രാത്രിയും പല്ല് തേക്കും. പിന്നെന്താ, 2 നേരവും കുളിക്കും. കഴുകി ഉണക്കി വൃത്തിയാക്കി വസ്ത്രം ധരിക്കും. നഖം വൃത്തിയാക്കും. പിന്നെന്താ എഴുതാം, നമുക്കിവിടെ ഒന്ന് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. എന്താ എഴുതാം, നിങ്ങളൊന്ന് എഴുതി ചേർക്കുക കേട്ടോ. എന്തെഴുതാം? എന്താണ്, ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ കഴുകും അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ശീലം കൂടെ എഴുതി ചേർക്കുക. 8ാമത്തെ പ്രവർത്തനം ദിപ്പുസ് ബർത്ത്ഡേ ആണ്. ടുഡേ ഈസ് ദിപ്പുസ് ബർത്ത്ഡേ. ദിപ്പു പാക്കഡ് പേഡാസ് ഇൻ പാക്കറ്റ്സ് ഓഫ് 100s and 10. അതായത് ദിപ്പുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ദിപ്പു എന്ത് ചെയ്തു? പേട സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പേട പാക്ക് ചെയ്യണം കേട്ടോ. 100ന്റെയും 10ന്റെയും പാക്കറ്റ്സിലാണ് പാക്ക് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് പേഡാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഈച്ച് ക്ലാസ്. കംപ്ലീറ്റ് ദി ബോക്സസ്. അപ്പൊ 4 ക്ലാസ്സിന് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ പേട അവിടെ കൊടുത്തിട്ടുണ്ട്. 100 എത്ര, 10s എത്ര, 1s എത്ര. അപ്പൊ 1ാം ക്ലാസ്സിന് 156, 156 കൊടുത്തു. ഇതിൽ എത്ര 100 ഉണ്ട്? 100, 5 10s, 6 1s. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത 2ാം ക്ലാസ്സിന് എത്ര കൊടുത്തു? 103. ഇവിടെ എത്ര 100 ഉണ്ട്? 100, 0 10s ഇല്ല അല്ലെ, 3 1s. 3ാം ക്ലാസ്സിന് എത്ര കൊടുത്തു? 100, 1 10s, 0 1s. അപ്പോൾ 110 നമ്മൾ 110 കേട്ടോ, 0 താഴേക്ക് വന്നതാണ് 110. 4ാം ക്ലാസ്സിന് എത്ര കൊടുത്തു?
എത്ര കൊടുത്തിരിക്കുന്നത് 124 അല്ലേ. അപ്പോൾ 100 2 tens 4 ones. അടുത്ത ചോദ്യം write the total number of packets of tens. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഓഫ് ടെൻസ് എത്ര ഉണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 5 എണ്ണം ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഉത്തരം പറയൂ. 5 + 1 + 2 എത്രയാണ്? 8 പാക്കറ്റ്സ് ഓഫ് 10 എത്രയുണ്ട്? 8 എണ്ണം അല്ലേ. അടുത്തത് write in words the number of pads got in class 2. രണ്ടാം ക്ലാസ്സിന് എത്ര പേട മൊത്തം കൊടുത്തു? 103 അല്ലേ. 103 അത് വേർഡ്സിൽ എഴുതാനാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം 103 അല്ലേ. മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം മീഡിയം കൂട്ടം എഴുതണം അവിടെ 103 എന്ന് എഴുതണം. മനസ്സിലായല്ലോ. അടുത്തത് 9ാമത്തെ പ്രവർത്തനം വരികൾ കൂട്ടിച്ചേർക്കുന്നതാണ് 9ാമത്തെ പ്രവർത്തനം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം ഉറപ്പായും എക്സാമിന് പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു എക്സാമിന് ഇൻ്റഗ്രേഷൻ എക്സാമിന് വരികൾ കൂട്ടിച്ചേർക്കുന്ന ചോദ്യം 100% ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ അതായത് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ടാവും, 4 വരി തന്നിട്ടുണ്ടാവും. അത് വായിച്ച് നോക്കി അതേപോലെയുള്ള 4 വരി എഴുതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ നോക്കൂ, നമുക്ക് എന്താണ് വായിച്ച് നോക്കാം. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരം ഒന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിൻ കൊമ്പിലിരുന്ന് കുയിലുകൾ കൂക്കു പാടുന്നു. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരം ഒന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിൻ ചോട്ടിലിരുന്ന് കുട്ടികൾ കഥകൾ ചൊല്ലുന്നു. ഇനി എന്തെഴുതാം? പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരം ഒന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിൻ ഇലയിലിരുന്ന് ഉറുമ്പുകൾ കൂടുകൾ കൂട്ടുന്നു. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരം ഒന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിൻ കൊമ്പിലിരുന്ന് പൂക്കൾ സുഗന്ധം പരത്തുന്നു. അടുത്തത് 10ാമത്തെ ആക്ടിവിറ്റി പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇതും നിങ്ങൾക്ക് ഈ ഇൻ്റഗ്രേഷൻ എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. നമ്മൾ കണക്കിൽ അതായത് മാത്സിൽ നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക പറയുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം സംഖ്യകൾ കൂടുകയാണോ കുറയുകയാണോ എത്ര സംഖ്യ വെച്ചാണ് കൂട്ടേണ്ടത് എന്നൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എഴുതണമെങ്കിൽ. ഇവിടെ നോക്കൂ 2 4 അതായത് 2 4 ഇവിടെ 2 ആണ് കൂടി വരുന്നത് അല്ലേ. അതായത് 2ന്റെ കൂടെ 2 കൂട്ടി 4 4 കിട്ടി. 4ന്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യണം? 2 കൂട്ടണം. അപ്പോൾ എന്ത് വരും? 6. പിന്നെയും വീണ്ടും 2 കൂട്ടുക, അപ്പോൾ 8. വീണ്ടും 2 കൂട്ടിയപ്പോൾ 10. വീണ്ടും 2 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 12 12. അതേപോലെ അടുത്തത് 5 ആണ് കൂട്ടി എഴുതേണ്ടത്. 5 ഉണ്ട്, 5ന്റെ കൂടെ വീണ്ടും 5 കൂട്ടുക 10. 10ന്റെ കൂടെ വീണ്ടും 5 കൂട്ടുമ്പോൾ എന്ത് വരും? 15 വരും. 15ന്റെ കൂടെ വീണ്ടും 5 കൂട്ടുമ്പോൾ 20. 20ന്റെ കൂടെ വീണ്ടും 5 കൂട്ടുമ്പോൾ എത്ര വരിക? 25. 25ന്റെ കൂടെ വീണ്ടും 5 കൂട്ടുമ്പോൾ എത്ര വരും? 30. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തതോ 10 ഉണ്ട്, അടുത്തത് 30 ആണ്, 20 അല്ല 30 ആണ്. അപ്പോൾ എത്രയാണ് അവിടെ വ്യത്യാസം? അതായത് 30ന്ന് 10 കുറച്ച് നോക്കൂ, എത്ര കിട്ടുക? 20 കിട്ടുന്നുണ്ടോ? അപ്പോൾ 20 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കൂട്ടി എഴുതേണ്ടത്. 10ന്റെ കൂടെ 20 കൂട്ടി എന്ത് കിട്ടി? 30. 30ന് കൂടെ 20 കൂട്ടി എന്താ കിട്ടുക? അതെ 50. 50ന് കൂടെ 20 കൂട്ടുന്നു, അപ്പോൾ 70. 70ന് കൂടെ വീണ്ടും 20 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 90, അതായത് 90. മനസ്സിലായോ? അടുത്ത നോക്കൂ, അടുത്തത് കൂടുതല ചെയ്യുക, കുറയുന്നതാണ്. 51 ഉണ്ട്, ഇവിടെ എഴുതിയിട്ടില്ല. അടുത്തത് 31 ആണ്. അപ്പോൾ 51 എന്നുള്ളത് 31 മാറി. അപ്പോൾ എന്താ ചെയ്യുക? കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 41. അത് 31, അടുത്ത 21, 11. ഇതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു പാറ്റേൺ നിങ്ങൾ താഴെ എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള സംഖ്യകൾ വെച്ച് പാറ്റേൺ എഴുതാം, പക്ഷെ അത് പാറ്റേൺ ആയിരിക്കണം. ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. 3 6 9 3 കൂടി വരികയാണ്. 3 6 9 12 50. 3 6 9 12 15. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഡേ 3യുടെ ചോദ്യപേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അറിയിക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്